ഈശോയിലേറ്റവും പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത് ഒരുക്കധ്യാനത്തിൻ്റെ 20-ാം നാളിലേക്ക് പരിശുദ്ധയമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥനാപൂർവം നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എന്ന വചനം ഹൃദയത്തിൽ ഉരുവിടാം. അവസാനത്തെ 10ലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആദ്യ ദിനം ഓർമ്മിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയാൻ വേണ്ടി ദാഹത്തോടെ പരിശുദ്ധാത്മാവിനോട് തന്നെ പ്രാർത്ഥിക്കാം. അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നുവെന്ന് 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നത് മനസ്സിൽ ഓർത്തുകൊണ്ട്, ആരോടെങ്കിലും ഹൃദയത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവരെയെല്ലാം ഹൃദയത്തിൽ സ്നേഹിച്ചുകൊണ്ട് വ്യക്തിപരമായി ചെറിയ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്ന ബോധ്യം ഹൃദയത്തിൽ ഉറപ്പിക്കുക. സാധിക്കുന്നവർ സമ്പൂർണ്ണ ജപമാല ചൊല്ലി ഇനിയുള്ള ദിനങ്ങൾ പ്രാർത്ഥനാപൂർവം ഒരുങ്ങുക. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നാം മറക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയാൻ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സഹനങ്ങൾ ദൈവം അനുവദിക്കും. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല എന്ന് വചനം നമുക്ക് ഓർമ്മിക്കാം. പ്രിയപ്പെട്ട പലരും നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വേണമെങ്കിൽ അനുഭവപ്പെടാം. പ്രാർത്ഥനയിലും വിരസത ഉണ്ടാകാം. പക്ഷേ അവൻ്റെ പാനപാത്രത്തിൽ നിന്നും കുടിക്കുവാൻ അവൻ അവസരമൊരുക്കുന്നത് ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സഹനങ്ങളും ആത്മാവിൽ തേജസ് നിറയ്ക്കാൻ, ആത്മാവിനെ കുറെ കൂടി വിമലീകരിക്കുവാൻ, പ്യൂരിഫൈ ചെയ്യാൻ, ആസക്തികൾ വിട്ടുപോകാൻ ദൈവമൊരുക്കുന്ന അവസരങ്ങളാണെന്ന് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, 19-ാം അധ്യായമാണ് നാം ഇന്ന് പഠിക്കുന്നത്. 19-ാം അധ്യായം പഠിക്കാൻ തുടങ്ങുമ്പോൾ 18-ാം അധ്യായത്തിൻ്റെ അവസാനം ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം ആത്മഭാരമായിട്ട് നമ്മുടെ ഉള്ളിൽ നിറയട്ടെ. പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി, ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവർ യൂട്യൂബിൽ ഓർസ്ലേമിൻ മതിലുകൾ എന്ന് അടിച്ചു കഴിയുമ്പോൾ ഒരു മനോഹരമായ ഭക്തിഗാനം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അതിലെ 4 വരികൾ ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക. ഇത് 1-2 വട്ടം ആവർത്തിച്ച് കേൾക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു പുത്തൻ അഭിഷേകം നിറയും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 19-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് അപ്പോളോസ് കൊറിന്തോസിലായിരുന്നപ്പോൾ പൗലോസ് അവിടെ നിന്നും പോയി. പക്ഷേ അപ്പോളോസ് തിരിച്ചു പോയപ്പോൾ പൗലോസ് തിരിച്ച് അങ്ങോട്ട് ചെല്ലുകയാണ്. അതിൻ്റെ അർത്ഥം പൗലോസിന് അസൂയ ഉണ്ടായിരുന്നു എന്നല്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അറേഞ്ച്മെൻ്റായിട്ട് മാത്രം നമ്മൾ കാണണം. 2-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അവർ പറഞ്ഞു, ഇല്ല, പരിശുദ്ധാത്മാവ് എന്നൊന്നും ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ പൗലോസ് അവരുടെ മേൽ കൈകൾ വയ്ക്കുകയും പരിശുദ്ധാത്മാവ് അവരിൽ നിറയുകയും ചെയ്തു. പരിശുദ്ധാത്മാവുണ്ടോ എന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിലാണെങ്കിൽ ഈ കാലഘട്ടത്തിലും അതിന് ചെറിയ പ്രസക്തിയുണ്ട്. കാരണം നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനോടുള്ള വ്യക്തിബന്ധം ഹൃദയത്തിൽ ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ആദ്യ ദിനം തന്നെ പറഞ്ഞത്, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്ന് ഹൃദയപൂർവ്വം നമ്മൾ പ്രാർത്ഥിക്കണം. ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് അറിയപ്പെടാത്ത ദൈവമാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ ധ്യാനം ഒന്നിച്ച് റെക്കോർഡ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഈ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓർത്ത് ഒരിക്കൽ ഞാനിത് പറഞ്ഞതാണ് എന്ന്. അങ്ങനെ ആവർത്തനങ്ങൾ ചിലത് വരുമ്പോൾ നിങ്ങളതിൽ അസ്വസ്ഥരാകാതിരുന്നാൽ മതി. അന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ ശ്രദ്ധിക്കാൻ കഴിയും. മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ ചുരുക്കം ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരു വ്യക്തി, ഒരു പെൺകുട്ടി ആയിക്കൊള്ളട്ടെ, ഇമ്മോഡസ്റ്റായി, അതായത് മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നത് ആ കുട്ടി പരിശുദ്ധാത്മാവിനെ അറിയാത്തത് കൊണ്ടാണ്.
കാരണം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരമെന്ന് വചനത്തിൽ കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാനിത് ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഒരു കാര്യം ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ദൈവമേ, എനിക്ക് ആരോടും തെറ്റായ ഒരാകർഷണം തോന്നരുതേ എന്നെന്നും പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ എന്നോടും ആർക്കും അനാവശ്യമായ ആകർഷണം തോന്നരുതേ എന്ന് കൂടി പ്രാർത്ഥിക്കണം. ഇത് ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അവിടെ ഉള്ളിൽ ആത്മാവ് പെട്ടെന്ന് നിറയും എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക. ഇവിടെ പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ നിറയുകയാണ്. പൗലോസ് അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനമാണ് നൽകിയതെങ്കിൽ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്ന അനേകർ ഈ വചനം കേൾക്കുന്നവരുണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാം. അപ്പോൾ അവർ എന്താണ്, ഒരു പുതിയ ഭാഷാപരം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഭാഷാപരം വരങ്ങളുടെ വാതിലാണ്. അതുകൊണ്ട് ഫലങ്ങളിൽ കണ്ണുവെച്ചുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നതെങ്കിലും ആ ഫലങ്ങൾ നിറയാൻ വേണ്ടിയിട്ട് വരങ്ങൾ കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഭാഷാപരം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് പൗലോസ് സിനഗോഗുകളിലൊക്കെ പ്രസംഗിക്കാൻ പോയി. 7-ാമത്തെ വാക്യത്തിൽ 3 മാസം തുടർച്ചയായിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് പൗലോസ് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. 9-ാമത്തെ വാക്യത്തിൽ ഈ പ്രസംഗശാലകളിൽ പോകുന്ന കാര്യം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഓർമ്മിക്കുക, പ്രാവിൻ്റെ നിഷ്കളങ്കതയും സർപ്പത്തിൻ്റെ വിവേകവും എല്ലാ മേഖലകളിലും നമുക്ക് വേണമെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മുടെ ഉള്ളിൽ നിറയുകയുള്ളൂ. അതുകൊണ്ട് മുമ്പ് പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ഉള്ളിൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം നിറയട്ടെ. എന്നും പ്രാർത്ഥിക്കണം. അല്പസമയമെങ്കിലും ദൈവമേ, എല്ലാ മക്കളും, മദ്യപാനികൾ എന്ന് മാത്രമല്ല എല്ലാ മക്കളും ഈശോയെ തിരിച്ചറിഞ്ഞ് എല്ലാവരും വചനം കേൾക്കുവാൻ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് അമ്മ ത്രേസ്യ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ഒരാത്മാവിനെ രക്ഷിക്കാൻ ദൈവമേ എൻ്റെ 1000 ജന്മങ്ങൾ ഞാൻ വേണമെങ്കിൽ ചെലവഴിക്കാം. അതായത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഉള്ളിൽ നിറയണം. ഡോൺ ബോസ്കോ പറഞ്ഞ്, ഒരാത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി സാത്താൻ്റെ മുൻപിൽ വേണമെങ്കിൽ ഞാൻ കുമ്പിടാം. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ വളരെ സാന്ദർഭികമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. സുവിശേഷത്തിൻ്റെ തീ കത്തിയാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ പോലും ഒരു ടോട്ടൽ ചേഞ്ച് ഉണ്ടാകും. നമ്മുടെ ഉള്ളിൽ സുവിശേഷത്തിൻ്റെ തീ കത്തണം. ലോകം മുഴുവൻ ഈശോയെ അറിയാനായിട്ട് നമ്മൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. ഇനി 19-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസിൻ്റെ കരങ്ങൾ വഴി അവിടെ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ്. അവൻ്റെ ശരീര സ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ മേൽ അടുത്തു കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. അപ്പം നമ്മളും ഈ ദിവസങ്ങളിലൊക്കെ എന്താണ്, വിശുദ്ധരോട് പ്രാർത്ഥിക്കണം. കാരണം പത്രോസിൻ്റെ നിഴൽ അംഗവസ്ത്രങ്ങൾ അത് സ്പർശിച്ചവർക്ക് പോലും സൗഖ്യം കിട്ടി. നമ്മൾ തിരുശേഷിപ്പ് എന്നൊക്കെ പറയുമല്ലോ. മരിയവിയാനി മരിച്ചു കഴിഞ്ഞ് മരിയാനിയുടെ വസ്ത്രങ്ങളൊന്നും കാണാനില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓരോരുത്തർ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അൽഫോൻസാമ്മ മരിച്ചപ്പോൾ അൽഫോൻസാമ്മ കിടന്ന കട്ടിലിൽ നിന്നും പഴയ ഒരു പായയെടുത്ത് പുറത്തേക്കെറിഞ്ഞപ്പോൾ അത് ഒരു മാനസിക രോഗിയുടെ ദേഹത്ത് തൊട്ടുവെന്നും ആ രോഗി അപ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചുവെന്നും നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ കണ്ണൂർ ഭാഗത്തുള്ളവർ സുക്കോളച്ചൻ എന്ന് പറയുന്ന ഒരച്ഛനെ അറിയാം. ഈ അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ തിരുവസ്ത്രങ്ങൾ മുഴുവൻ ആൾക്കാർ സ്വന്തമാക്കി. അവർക്ക് അച്ഛൻ വിശുദ്ധനാണെന്നുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നു. ഈ പാവം അച്ഛൻ എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുൻപായിട്ട് കുർബാന കഴിഞ്ഞിട്ട് ആ അൾത്താരയുടെ മുമ്പിൽ കമിഴ്ന്ന് വീണ് കിടന്ന് പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത്. അച്ഛൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ അച്ഛൻ അവിടെ ഒരു കടലാസിൽ എഴുതി കമിഴ്ന്ന് കിടന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ, ഞാനിതൊക്കെ പറഞ്ഞത് നമ്മൾ അത്രമാത്രം
നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാകാതെ നമ്മൾ വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കണം. എബ്രായ ലേഖനം 12:1 നാം വായിക്കുന്നുണ്ടല്ലോ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ സമൂഹമുള്ളതിനാൽ നമ്മുടെ പാപങ്ങളും ഭാരങ്ങളുമൊക്കെ മറന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. ആ സാക്ഷികൾ എല്ലാ വിശുദ്ധരുമാണെന്നുള്ളത് ഓർമ്മിക്കുക. ഇനി പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ശരീരസ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളുമൊക്കെ പൗലോസിൻ്റേത് അനേകം പേർക്ക് രോഗസൗഖ്യം കിട്ടിയെന്നറിഞ്ഞുകൊണ്ട് അവിടെ സ്കേവായുടെ പുത്രന്മാർ, ഒരു മന്ത്രവാദിയാണ്, യേശുവിൻ്റെ നാമത്തിൽ അവർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പൗലോസിൻ്റെ നിഴലേറ്റപ്പോൾ രോഗസൗഖ്യം കിട്ടിയെങ്കിൽ, തൂവാലകളും അംഗവസ്ത്രങ്ങളും തൊട്ടപ്പോൾ അവർക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ ഞങ്ങൾക്കും കിട്ടണമെന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. പക്ഷേ ഉള്ളിൽ യേശു ഇല്ലായിരുന്നു. അപ്പോൾ ഇവർ ദുരാത്മാവ് ബാധിച്ച ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അയാളിലെ ദുരാത്മാവ് ഇറങ്ങി വന്ന് ഇവരെ തകർക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളിത് ഒരു വലിയ സത്യം നമ്മുടെ ഉള്ളിൽ നിറയണം. നമ്മുടെ ഉള്ളിൽ ആഴമേറിയ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ മാതാപിതാക്കന്മാരെന്നെ കേൾക്കുന്നവർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ വിശുദ്ധി ഉണ്ടാകണം. ശബ്ദം കേട്ടല്ല സാത്താൻ ഓടുന്നത്, വിശുദ്ധി കേട്ടാണ് സാത്താൻ ഓടുന്നത്. വിശുദ്ധിയുള്ള മനുഷ്യൻ്റെ വളരെ ക്ഷീണിച്ച ഫീബിൾ ആയിട്ടുള്ള വോയിസ് ആണെങ്കിൽ പോലും ആ ശബ്ദം കേൾക്കുമ്പോൾ സാത്താൻ ഓടും. അല്ലെങ്കിൽ ശബ്ദം കേട്ടാണ് സാത്താൻ ഓടിയിരുന്നതെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് വേണമെങ്കിൽ എക്സോർസിസം നടത്താമായിരുന്നല്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അസീസിയിലെ ഫ്രാൻസിസിനെ പിശാച് എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. ഒരിക്കൽ സാത്താൻ വിട്ടുപോകാതെ വന്നപ്പോൾ, എൻ്റെ അടുത്ത് നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ബ്രൂണോയെ വിളിക്കും എന്ന് പറഞ്ഞു. ആരാണെന്നറിയാമോ? ബ്രൂണോ കൂടെയുള്ളൊരു സഹസന്യാസിയാണ്, ഒരു ബ്രദറാണ്. പക്ഷേ എളിമയുടെ ആൾരൂപമായിരുന്നു. എളിമയുള്ള വ്യക്തിയെ കാണുമ്പോൾ സാത്താൻ ഓടും. ഇതാണ് അത് നമുക്ക് തരുന്ന പാഠം. പ്രിയപ്പെട്ടവർ, നമ്മളിനി ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്ക് ഒരു പക്ഷേ ഈ ധ്യാനത്തിലൂടെ കുറച്ച് അറിവ് കിട്ടാനുള്ള ആഗ്രഹത്തോടു കൂടി പരിശുദ്ധാത്മാവിൻ്റെ 8 വരങ്ങൾ ഒട്ടും വിശദീകരിക്കുന്നില്ല, വെറുതെ ഒന്ന് പറയുകയാണ്. 1 വിശ്വാസവരം, 2 രോഗശാന്തിവരം, 3 ഭാഷാവരം, 4 വ്യാഖ്യാനവരം, 5 പ്രവചനവരം, 6 അറിവിൻ്റെ വരം, 7 ജ്ഞാനവരം, 8 വിവേചനാവരം. അപ്പോൾ ഇതോട് ചേർന്ന് ഈ രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് വേണമെങ്കിൽ വരം തരാം. അതൊക്കെ നമ്മൾ ചോദിക്കണം. സ്നേഹത്തോടെ ഭക്ഷണം തയ്യാറാക്കാനുള്ള വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായിട്ട് നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ദൈവഭയം, ദൈവഭക്തി. ഇതൊക്കെ ഈ ധ്യാനത്തിൽ നമ്മൾ കേട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങൾ, അത് ഗലാത്യ 5:22 പറയുന്നതാണ്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഞാൻ ഇത്രയുമൊക്കെ നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ഇതൊരു ധ്യാനമായതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്കൊരു ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 19ാമത്തെ വാക്യത്തിൽ എന്താണ്? ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി. അപ്പോൾ പൗലോസിൻ്റെ സാന്നിധ്യത്തിൽ സാത്താൻ ഓടുന്നത് കണ്ടുകൊണ്ട് ഇവർക്ക് ഒരു ബോധ്യം കിട്ടി. അവർ ഗ്രന്ഥച്ചുരുളുകൾ, ഒരുപക്ഷെ തെറ്റായ ഗ്രന്ഥച്ചുരുളുകളായിരിക്കാം, അതുകൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ധ്യാനം പുരോഗമിക്കുമ്പോൾ നമ്മളും ഒരുപക്ഷെ ചില കാര്യങ്ങളോടൊക്കെ നോ പറയണം. ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള ബന്ധങ്ങളിൽ പാളിച്ചകളുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കണം. അല്ലെങ്കിൽ ഏത് തരത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് കൃപ നിറയുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഉള്ളിൽ വചനം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കാര്യം ഇതാണ്, നമ്മുടെ ഉള്ളിലേക്ക് വചനം നിറയുമ്പോൾ നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം, അവകാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന 2 വചനങ്ങളുണ്ട്. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ബോധ്യമായിട്ട് കിട്ടിയതാണ്. രാവിലെ ആദ്യത്തെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് മുൻപ് സ്വർലോകരാജ്ഞിയൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട്, കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്തിലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവൻ്റെ മേൽ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. എന്നിട്ട് ഞാൻ 2 വചനങ്ങൾ ആവർത്തിച്ചു ചൊല്ലും. 1 കൊരിന്തോസ് 6:19-20a, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. രണ്ടാമത്തേത് 1 കൊരിന്തോസ് 7:23, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, മനുഷ്യരുടെ അടിമകളായിത്തീരരുത്. ഈ 2 വചനങ്ങൾ 3 പ്രാവശ്യം ഉരുവിട്ട് ഈശോ ചോര ചിന്തി എന്നെ രക്ഷിച്ചു, ഞാനതിൽ വിശ്വസിക്കുന്നു, അതിനുശേഷം ഉരുവിടുന്നു, പിന്നീട് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും അതുകൊണ്ട്
നമ്മുടെ ഉള്ളിലേക്ക് ഇതൊരു ബോധ്യമായിട്ടെന്നറിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സമ്പൂർണ്ണ സമർപ്പണം. മൊബൈൽ ഫോണിലെ ചില പ്രത്യേക ആപ്ലിക്കേഷൻസ് വേണ്ട എന്ന് വയ്ക്കാൻ ചിലരോടെങ്കിലും പരിശുദ്ധാത്മാവ് പറയും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും ഡയറികളോ ഫോട്ടോകളോ നല്ലതല്ലാത്ത ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരോടും പറയുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ ഈ അടുത്ത ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക. ഈ ദിവസങ്ങളിലെങ്കിലും പരിശുദ്ധാത്മാവിനോട് നമ്മൾ സംസാരിക്കുവാനായിട്ട് പഠിക്കണം. അതായത് നമ്മൾ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുമ്പോൾ, പരിശുദ്ധാത്മാവെ ഞാനിത് ചെയ്തു കൊള്ളട്ടെ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് നാം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് ഒത്തിരി സന്തോഷമാകും. അപ്പോൾ നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചകളും വ്യക്തതയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാനും കഴിയും. അപ്പോൾ ഞാനൊരു കരുണക്കൊന്ത ചൊല്ലട്ടെ, പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ ഉള്ള കൃപ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം അങ്ങോട്ട് ചോദിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോഴൊക്കെ ചിലപ്പോൾ രണ്ട് സംശയങ്ങളുണ്ടാകാം, വേണമോ വേണ്ടയോ. അപ്പോൾ അത് ഓർത്തുകൊള്ളുക. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റേതാണെന്ന് ഉറപ്പിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഒരു വചനം, ഒരു അധ്യായം മുട്ടുകുത്തി നിന്ന് ചൊല്ലുവാനായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ തോന്നുന്നു. അത് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാത്രി സിസ്റ്റേഴ്സ് ആരെങ്കിലും ലലിയ പ്രാർത്ഥന വേണ്ട എന്ന് തോന്നിക്കുമ്പോൾ അതൊരിക്കലും പരിശുദ്ധാത്മാവിൻ്റേതല്ല. പരിശുദ്ധാത്മാവ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. ഇനി അതിന് ഞാൻ ആത്മീയ പിതാക്കന്മാരിൽ നിന്നും കിട്ടിയ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഒന്നാമത്തേത്, ഇങ്ങനെ രണ്ട് സംശയങ്ങളുണ്ടാകുമ്പോൾ ഭാഷാവരത്തിൽ നമ്മൾ സ്തുതിക്കുക. ഒന്നാമത്തേത്, ഭാഷാപരത്തിൽ സ്തുതിക്കുമ്പോൾ തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത് വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, വേണമോ വേണ്ടയോ, ഇന്ന സ്ഥലത്ത് പോകണമോ പോകണ്ടയോ. രണ്ടാമത്തേത് പോകേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം സ്തുതിക്കുമ്പോൾ തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, തടസ്സമുണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. തടസ്സമുണ്ടാകാതെ ഇടതടവില്ലാതെ സ്തുതിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഒരു അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഇല്ലെങ്കിൽ സാധാരണ പറയാറുണ്ടല്ലോ, ദൈവവചനം എടുക്കുക. ദൈവവചനം എടുക്കുമ്പോൾ ആ ദൈവവചനം നമ്മൾ മൂന്ന് വട്ടം എടുക്കണമെന്നാണ് പറയുന്നത്. ആദ്യത്തേതിന് കിട്ടിയില്ലെങ്കിൽ ഒരു പിക്നിക്കിന് പോകണമോ പോകണ്ടയോ, എടുക്കുമ്പോൾ ഒരു പ്രേക്ഷിത യാത്രയുടേതാണ് കിട്ടുന്നതെങ്കിൽ അത് പോകേണ്ട, നീ ആ ആത്മീയ യാത്രയ്ക്ക് പോകണമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അടയാളങ്ങൾ വെച്ചുകൊണ്ട് വചനമെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കാര്യങ്ങൾ കാണാനുള്ള ഒരു സെക്രട്ടറി ആയിട്ട് ഒരിക്കലും തരം താഴ്ത്തരുത്. മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെ സഹായകനാണ്, നിത്യസഹായകനാണ്. അതുകൊണ്ട് ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ ദിവസങ്ങളിലൊക്കെ ആത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഇങ്ങനെ കൊച്ചു 1-2 വരികളൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ സമയം മുൻപോട്ട് പോകുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 19-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വചനങ്ങളിൽ അർത്തേമീസ് എന്ന് പറയുന്ന ദേവിയുടെ ക്ഷേത്രത്തിൽ പ്രതിമകൾ നിർമ്മിക്കുന്നുണ്ടായിരുന്നു. പൗലോസ് യേശുവിനെക്കുറിച്ച് അവിടെ പ്രസംഗിച്ചതോടെ ഈ പ്രതിമകൾ വിൽക്കുന്നവരെല്ലാം അതിൽ നിന്നും മാറുകയാണ്. അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു, ഈ പൗലോസിൻ്റെ സുഹൃത്തുക്കളെ വന്ന് അവർ ബന്ധിക്കുകയാണ്, അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് കിട്ടേണ്ടിയിരുന്ന വരുമാനം ഇല്ലാതായപ്പോൾ അവർ പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ കൂട്ടി അവരെയെല്ലാം മർദ്ദിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അപ്പോൾ നഗരാധികാരി വന്ന് അവരെ ശാന്തരാക്കുകയാണ്. അപ്പോൾ നഗരാധികാരി അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ചെയ്യരുത്, കാരണം ഇവരുടെ മുൻപിൽ നന്മ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവർക്കിത് ചെയ്യാനായിട്ട് ആകുമായിരുന്നില്ല എന്നാണ് പൗലോസ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ധ്യാനം അവസാനിപ്പിക്കുമ്പോൾ ഞാനിന്ന് പ്രധാനമായിട്ടും നിങ്ങളോട് പങ്കുവെച്ചത്, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവെന്നറിയാനുള്ള ഒരു ദാഹമുണ്ടാകണം. അതിനുള്ള ഒരു വഴിയായിട്ടാണ് നമ്മൾ പറഞ്ഞത്, ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക. നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വരം ഒരിക്കലെങ്കിലും കേൾക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ പരാതി കൂടാതെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള അനുഗ്രഹത്തിനായിട്ട് അപേക്ഷിക്കുക. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ, ഫലങ്ങൾ ഞങ്ങളിൽ നിറയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ ഹൃദയം മുഴുവൻ ഈ മക്കളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
ഇനി മുതലുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും കുറച്ചും കൂടി തീക്ഷ്ണതയോടുകൂടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈശോയുടെ അമൂല്യ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നിറയാൻ തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഒരു സെക്രട്ടറി ആയിട്ട് തരം താഴ്ത്താതെ, കാര്യം കാണാനായിട്ട് പരിശുദ്ധാത്മാവിനോട് എന്തെങ്കിലും ചോദിക്കാതെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധയമ്മയുടെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.